സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ വിശാല ചർച്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ് ഹൈക്കമാൻഡ്. മുൻ KPCC പ്രസിഡന്റുമാരെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും ചർച്ചയ്ക്കായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. മുതിർന്ന നേതാവെന്ന നിലയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഡൽഹിയിലെത്തും. ചർച്ചയെ തുടർന്ന് മുഖ്യമന്ത്രിയാരെന്ന പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നതാണ് പ്രതീക്ഷ. മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദവുമായി എത്തിയ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുമായി നടത്തിയ ചർച്ചയിലും തീരുമാനത്തിലെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് വിശാല ചർച്ചയ്ക്ക് നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. KPCC മുൻ അധ്യക്ഷന്മാരായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ, MM ഹസൻ, K മുരളീധരൻ, K സുധാകരൻ എന്നിവരെ കൂടാതെ മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KPCC വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ എത്താനാണ് നിർദ്ദേശമെന്നും ചർച്ചയ്ക്കാണോ എന്നറിയില്ലെന്നും നേതാക്കൾ പ്രതികരിച്ചു. അനിശ്ചിതത്വമൊന്നുമില്ല. നേതാക്കന്മാരുമായിട്ട് ഉള്ള കൂടിക്കാഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ ഇന്ന് കുറച്ച് പഴയ മുൻകാല PCC പ്രസിഡന്റുമാരെയും PCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരെന്ന നിലയിൽ ഞങ്ങളെയും ഡൽഹി ചെല്ലാൻ പാർട്ടിയുടെ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയാം. ചർച്ചയാണോ കൂടിക്കാഴ്ച ആണോ അഭിപ്രായങ്ങൾ എടുക്കുകയാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അധികം വൈകാതെ തന്നെ തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മളെല്ലാം ഉറച്ചു വിശ്വസിക്കുന്നത്. അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിലുള്ള അന്തിമ തീരുമാനം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം നിങ്ങളെല്ലാവരെയും അറിയിക്കും. ഡൽഹിയിൽ എത്തണമെന്ന് ദീപാദാസ് അറിയിച്ചു. ഐ ആം ഗോയിങ് ടു ഡൽഹി. ഘടകകക്ഷികളുടെ വിമർശനമടക്കം പാർട്ടി പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. തീരുമാനമെടുക്കേണ്ടത് നേതൃത്വമാണ്. ഏത് കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം മാതൃകാപരമായ തീരുമാനമേ എടുത്തിട്ടുള്ളൂ എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ആ തീരുമാനം എന്തോ ആവട്ടെ, ആ തീരുമാനം അപ്പാടെ അംഗീകരിക്കുക എന്നുള്ളത് ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ കടമയാണ്. നമുക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനം എടുക്കേണ്ടതാരാണ്? ലീഡർഷിപ്പാണ്. ആ തീരുമാനത്തിൽ ഞാൻ നിബന്ധനകൾ വെക്കുകയോ അല്ലെങ്കിൽ അതിൽ പ്രത്യേകമായ രൂപത്തിലുള്ള വ്യാഖ്യാനം കൊടുക്കുകയോ ചെയ്യുന്നത് ശരിയല്ല. നമ്മുടെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മൾ അതെല്ലാം പൂർണ്ണമായി അംഗീകരിച്ച് പോവുക എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ഉത്തരവാദിത്വം. അതിനിടെ തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ KC വേണുഗോപാൽ, K സുധാകരൻ ഗ്രൂപ്പ് കണ്ണൂരിലെ K സുധാകരന്റെ വീട്ടിൽ സംയുക്ത ഗ്രൂപ്പ് യോഗം വിളിച്ചു. മുൻ DCC ഭാരവാഹികൾ, KPCC ഭാരവാഹികൾ, KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സംസ്ഥാന ഭാരവാഹികൾ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കാൻ സുധാകരന്റെ വീട്ടിൽ എത്തിയെങ്കിലും വാർത്തയായതോടെ ശ്രമം ഉപേക്ഷിച്ചു. നാളെ നടക്കുന്ന വിശാല ചർച്ചയോടെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് അണികൾ. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, തിരുവനന്തപുരം.